ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് US ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് വഴങ്ങി US. ഇറാനിലെ ചബഹാർ തുറമുഖ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് US ഉപരോധങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് 6 മാസത്തെ ഇളവ് അനുവദിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 29 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ഇളവ് പിൻവലിക്കാൻ വാഷിംഗ്ടൺ ഒരിക്കൽ നീട്ടി അപൂർവ ഇളവിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുകയും US ഉപരോധങ്ങൾക്കിടയിൽ പ്രാദേശിക തന്ത്രം നയിക്കുമ്പോൾ ന്യൂഡൽഹിയിൽ പുതിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അടുത്ത 6 മാസത്തേക്ക് US ഉപരോധങ്ങളിൽ നിന്ന് ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചു. ആഗോള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തിന് പുറമെ വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മലേഷ്യയിലെ പ്രധാന തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് 2018 അനുവദിച്ച ഉപരോധ ഇളവ് പിൻവലിക്കുമെന്ന് സെപ്റ്റംബർ 16 ട്രംപ് ഭരണകൂടം പറഞ്ഞിരുന്നു. ഇത് പ്രധാന ടെർമിനൽ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്കിനെ ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ടെഹ്റാനെതിരെ വാഷിംഗ്ടണിന്റെ പരമാവധി സമ്മർദ്ദ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട് പ്രകാരം പുറപ്പെടുവിച്ച ഇളവ് US പിഴകൾ നേരിടാതെ ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കും തുറമുഖത്തിന്റെ പ്രവർത്തനം തുടരാൻ അനുവദിച്ചു. പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഒരു വ്യാപാര പാത നൽകുന്നതിനാൽ ചബഹാർ ഇന്ത്യക്ക് തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ്. സെപ്റ്റംബർ മധ്യത്തിൽ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ഇളവ് തീരുമാനം പിൻവലിച്ചത് ഇറാൻ ഭരണകൂടത്തെ ഒറ്റപ്പെടുത്താനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ പരമാവധി സമ്മർദ്ദ നയവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അസാധുവാക്കൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ചബഹാർ തുറമുഖം പ്രവർത്തിപ്പിക്കുന്നവരോ IFCAയിൽ വിവരിച്ചിരിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ IFCAയ്ക്ക് കീഴിലുള്ള ഉപരോധങ്ങൾക്ക് വിധേയരാകാമെന്ന് അത് കൂട്ടിച്ചേർത്തു. അതേസമയം 5 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാകും വിധം ശേഷിയിലേക്ക് ഉയർത്തുകയാണ് ചബഹാറിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സജ്ജമാക്കുന്നതിലൂടെ ഇന്ത്യ. നിലവിൽ ശേഷി 1 ലക്ഷം TEU ആണ്. പുറമെ ചബഹാറിൽ നിന്നും ഇറാന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകും വിധം 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയും നിർമ്മിക്കുന്നുണ്ട്. ഇരു പദ്ധതികളും 2026 മധ്യത്തോടെ യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ ഗ്വാദർ തുറമുഖത്തിന്റെ നിയന്ത്രണവുമായി അറബിക്കടലിൽ സ്വാധീനം ശക്തമാക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. ഗ്വാദറിൽ നിന്ന് 140 കിലോമീറ്റർ മാത്രം അകലെ ഗൾഫ് ഓഫ് ഒമാന്റെ തീരത്തുള്ള ചബഹാറിന്റെ നിയന്ത്രണം ഇന്ത്യ നേടിയത് ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ ക്ഷീണവുമായിരുന്നു. അമേരിക്ക ചബഹാറിന് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയത് ഈ മേഖലയിൽ ഇന്ത്യക്കുള്ള മുൻതൂക്കത്തെ ബാധിച്ചിരുന്നു. ഉപരോധം തുടരുന്നെങ്കിൽ ചരക്കു നീക്കത്തിൽ പാകിസ്ഥാന് അത് നേട്ടമാകുമായിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്.